വാസ്തവത്തിൽ ബൈബിളിനെയും ബൈബിൾ സത്യങ്ങളെയും നിഷേധിക്കുന്ന ഇസ്ലാമും ദാവാക്കാരും വല്ലാത്തൊരു കുടുക്കിലാണ്. കാരണം ബൈബിൾ ശരിയാണെങ്കിൽ ഇസ്ലാം ഖുർആൻ തെറ്റായിപ്പോകും. ഇനി ബൈബിൾ തെറ്റാണെങ്കിലും ഇസ്ലാമും ഖുർആനും തെറ്റിപ്പോകും. അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഖുർആനും ഇസ്ലാമും അക്കാലത്ത് നിലവിലിരുന്ന മുൻവേദങ്ങളായ ബൈബിളിനെ അഥവാ തോറ, സബൂർ, ഇഞ്ചീൽ എന്നിവയെ അംഗീകരിക്കുന്നു. ഖുർആൻ എഴുതപ്പെടുന്ന കാലത്ത് ഇവയെല്ലാം ഉൾപ്പെടുന്ന സമ്പൂർണ്ണ ബൈബിൾ എബ്രായ, ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിൽ ലോകം മുഴുവനും ലഭ്യമായിരുന്നു എന്നുള്ള കാര്യം നാം മറക്കാതെ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രത്യേക പ്രശ്നത്തിൻ്റെ കാതലായ വിഷയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമം BC 400 എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. BC 300 എബ്രായ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റ്വജിന്റ് ലഭ്യമായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ കാലത്ത് പഴയ നിയമം എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ലോകം മുഴുവൻ ലഭ്യമാണ്. ഈ കാര്യം നാം വിസ്മരിക്കരുത്. യേശുവിൻ്റെ സമയത്ത് ബൈബിൾ പഴയ നിയമം എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ലോകത്തിൽ മുഴുവനും ലഭ്യമാണ്. AD 100 ആയപ്പോഴേക്കും പുതിയ നിയമ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. AD 400 ജെറോമിൻ്റെ വിശ്വപ്രസിദ്ധമായ ലാറ്റിൻ വൾഗേറ്റിലൂടെ പഴയ നിയമവും പുതിയ നിയമവും ഒറ്റ പുസ്തകമായി ലത്തീൻ ഭാഷയിൽ ലോകം മുഴുവനും ലഭ്യമായിരുന്നു. ശ്രദ്ധിക്കുക, AD 400, അതായത് ഇസ്ലാം ലോകത്തിൽ രംഗപ്രവേശം ചെയ്യുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപ് ജെറോമിൻ്റെ പ്രസിദ്ധമായ ലാറ്റിൻ വൾഗേറ്റ് എന്ന് അറിയപ്പെടുന്ന ലത്തീൻ ഗ്രന്ഥം, അതിൽ പഴയ നിയമവും പുതിയ നിയമവും ലോകം മുഴുവനും ഒറ്റ പുസ്തകമായി ലഭ്യമായിരുന്നു. അതിനുശേഷം ഏറ്റവും കുറഞ്ഞത് 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഖുർആൻ രചന ആരംഭിക്കുന്നത് പോലും. അന്ന് ഖുർആൻ എഴുതിയവർക്ക് ബൈബിളിൻ്റെ ഉള്ളടക്കം നന്നായി അറിയാം എന്നതിൽ സംശയത്തിന് യാതൊരു ഇടവുമില്ല. അതായത് 300 വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പൂർണ്ണമായും ലഭ്യമാണ്. അപ്പോൾ ബൈബിൾ എന്താണ് എന്നും അതിൻ്റെ ഉള്ളടക്ക ഗ്രന്ഥങ്ങൾ എന്താണെന്നും ആ ഗ്രന്ഥങ്ങളിൽ എന്താണ് വ്യക്തമായി എഴുതിയിരിക്കുന്നത് എന്നും അറിയാത്തവരല്ല ഖുർആൻ എഴുതിയത്. അതുകൊണ്ടാണ് അവർ മുൻവേദങ്ങളെ, അതായത് ബൈബിളിനെ അംഗീകരിച്ചത്. അതിൽ തെറ്റുണ്ട് എന്ന് ഖുർആൻ പറയുന്നില്ല. ബൈബിളിൽ തെറ്റുണ്ട് എന്ന് ഖുർആൻ പറയുന്നില്ല. ഖുർആൻ എഴുതപ്പെട്ട കാലത്ത് നിലവിലിരുന്ന ബൈബിളിൽ തെറ്റുണ്ട് എന്ന് ഖുർആൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് നിലവിലിരുന്ന ബൈബിൾ ഇന്ന് നിലവിലുണ്ടോ എന്നുള്ളതിൽ യാതൊരു സംശയത്തിനും ഇടമില്ല. കാരണം അനേക കോപ്പികൾ ലോകം മുഴുവനും അന്നു തന്നെ ലഭ്യമാണ്. ഖുർആൻ ഉണ്ടാകുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ ലോകം മുഴുവനും ബൈബിൾ വ്യാപകമായി ലഭ്യമാണ്. അപ്പോൾ അതിൽ ഒരു തിരുത്തലുകൾ അതിനുശേഷമുണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായിരിക്കെ ബൈബിളിൽ കൈകടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ് വ്യക്തം. അതിനാൽ അന്നത്തെ പോലെ തന്നെയുള്ള ഇന്നത്തെ ബൈബിൾ തെറ്റാണ് എന്ന് മുസ്ലിങ്ങൾ വാദിച്ചാൽ അതിനെ അംഗീകരിച്ച ഖുർആൻ തെറ്റാണ് എന്ന് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടതായി വരും. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഖുർആൻ അംഗീകരിക്കുന്ന ബൈബിളിൻ്റെ സന്ദേശവും ഉള്ളടക്കവും ഖുർആൻ്റെ സന്ദേശവും ഉള്ളടക്കവും ഇന്ന് പരസ്പര വിരുദ്ധമായി നിലകൊള്ളുന്നു. രണ്ടിനെയും തള്ളാനോ കൊള്ളാനോ കഴിയാത്ത ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ്, ഡിലേമയിലാണ്
ഇസ്ലാമും ഇസ്ലാമിക ദാവാക്കാരും. അതായത് ഇനി ബൈബിൾ ശരിയാണ് എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞാലും അവർ പ്രശ്നത്തിലാണ്. കാരണം ബൈബിളിൻ്റെ ഉള്ളടക്കവും ഖുറാൻ്റെ ഉള്ളടക്കവും പരസ്പര വിരുദ്ധങ്ങളാണ്. ഉദാഹരണമായി യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും മരിച്ചെന്നും ഉയിർത്തെഴുന്നേറ്റെന്നും ബൈബിൾ കൃത്യമായി പറയുമ്പോൾ ഖുറാൻ അവയെ എല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. യേശു ദൈവപുത്രനല്ല എന്നും മരിച്ചിട്ടില്ലെന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും ഖുറാനും ഇസ്ലാമും പറയേണ്ടി വരുന്നു. അങ്ങനെ ബൈബിൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഖുറാൻ തെറ്റായി തന്നെ ഇരിക്കും. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഖുറാനും ഇസ്ലാമും മുസ്ലിമും ഈ വലിയ തെറ്റിൻ്റെ ഒരു വലിയ കുടുക്കിലാണ് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. ഇതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം ബൈബിൾ ശരിയാണ് എന്ന് സമ്മതിക്കുക മാത്രമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ബൈബിളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിനെയും ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ മരണത്തിനെയും ഉയർപ്പിനെയും ഒക്കെ വിശ്വസിച്ച് രക്ഷാകരമായ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും സത്യമായ മാർഗം. അതുമാത്രവുമല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകപ്പെട്ടിരിക്കുന്നത് യഹൂദർക്കാണ് എന്ന് ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് ഇശ്മായേല്യർക്കോ അറബികൾക്കോ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ. എന്നാൽ ദാവാക്കാർ ബൈബിളിനെ വെറുതെ വിടത്തില്ല. ബൈബിളിനെ ഉപയോഗിക്കാതെയും പഠിക്കാതെയും അതിനെ വിമർശിക്കാതെയും ഇസ്ലാമിന് നിലനിൽപ്പില്ല. ബൈബിളിൽ നിന്ന് പൂർണ്ണമായി വ്യത്യസ്തമായ ഒരു ദൈവശാസ്ത്രമോ പ്രത്യയശാസ്ത്രമോ ഇസ്ലാമിനില്ല. അതുകൊണ്ട് ബൈബിളിൻ്റെ ഉള്ളടക്കത്തെ ഉപയോഗിച്ചും ദുരുപയോഗിച്ചും വളച്ചൊടിച്ചും ബൈബിളിൻ്റെ കാതലായ എല്ലാ ഉപദേശങ്ങളെയും നിഷേധിക്കുക എന്ന തന്ത്രമാണ് ഇസ്ലാമിക പണ്ഡിതരും ദാവാക്കാരും സ്ഥിരമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ബൈബിളിൽ കൈകടത്തി ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ബൈബിൾ സന്ദേശത്തെ കോട്ടിക്കളയുന്നു. ബൈബിളിലെ ചരിത്ര സംഭവങ്ങളെയും പ്രവാചകന്മാരെയും തങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ സ്വീകരിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അവതരിപ്പിക്കുന്നു. ബൈബിൾ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാടിൽ ബൈബിൾ സത്യത്തെ അവർ സ്വീകരിക്കുന്നില്ല. ഉദാഹരണമായി യേശുവിനെ പ്രവാചകനായി കാണുന്നു, പക്ഷേ ദൈവപ്രത്യക്ഷതയായ ദൈവപുത്രനും രക്ഷകനുമായി യേശുവിനെ അവർ അംഗീകരിക്കുന്നില്ല. യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ബൈബിളിനോട് ചേർന്ന് നിൽക്കുന്നു എന്നും സാമ്യമുണ്ട് എന്നും ബൈബിൾ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു എന്നും ഒക്കെ ഒരു തോന്നലുണ്ടാക്കിയിട്ട് ബൈബിളിൻ്റെ ഏറ്റവും കാതലായ സന്ദേശത്തെ നിഷേധിക്കുന്ന വളരെ അപകടകരമായ ഒരു തന്ത്രമാണ് ഇസ്ലാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം ബൈബിളിനെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ്. അല്ലാതെ പരിപൂർണമായി ദൈവശാസ്ത്ര മേഖലകളിൽ വ്യത്യസ്തത പുലർത്തുന്ന സ്വന്തമായ സംഭാവനകളുള്ള ഒരു മതമായി അതിന് സ്വയം അവതരിപ്പിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലൂടെ ജഡികമായ സ്വർഗീയ സന്തോഷത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ കൂടെ മനുഷ്യരെ ആകർഷിച്ച് ബൈബിളിൻ്റെ സന്ദേശത്തെ എതിർത്ത് തോൽപ്പിക്കാമെന്നുള്ള ഒരു ചിന്തയാണ് വാസ്തവത്തിൽ ഇസ്ലാം വച്ചു പുലർത്തുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും മുസ്ലിങ്ങൾക്ക് യഥാർത്ഥമായ ആത്മീയ സന്തോഷം ഉണ്ടാവുകയില്ല. ദൈവപ്രത്യക്ഷതയായ ക്രിസ്തുവിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവസ്നേഹത്തെയും പാപപരിഹാരത്തെയും രക്ഷയെയും സ്വീകരിക്കുമ്പോൾ മാത്രമേ സത്യദൈവത്തിൻ്റെ പ്രസാദം ഏതൊരു മനുഷ്യനിലും
വെളിപ്പെട്ടു വരുന്നുള്ളൂ. അങ്ങനെ വെളിപ്പെട്ടു വരുമ്പോഴുണ്ടാകുന്ന ആത്മീയ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുവാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ നേട്ടം. അതായത് ബൈബിൾ സത്യത്തെ എതിർക്കുന്നതിലല്ല, അംഗീകരിക്കുന്നതിലാണ് യഥാർത്ഥമായ സമാധാനവും വിജയവും ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യവും വിശ്വാസവുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പ്രിയപ്പെട്ട ഇസ്ലാമിക സുഹൃത്തുക്കൾ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.